ഇത്തവണ ലക്ഷ്മി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് വന്ന സമയത്ത് എനിക്ക് അവർ ആദ്യം മറ്റേ ആദിലോടും നൂറോടും കാണിച്ചിട്ട് വരും. അവർ പറഞ്ഞൊരു വീട്ടിൽ കയറ്റങ്ങളുള്ളത് അത് വളരെ മോശം സംഭവമാണ്. അത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടത് അത് വളരെ മോശം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇത് അവർക്ക് നോർമലൈസ് അവർക്ക് താല്പര്യമില്ല, പറ്റുന്നില്ല. ഞാൻ ആലോചിച്ചും അവർക്ക് പറ്റില്ലെങ്കിൽ വേണ്ട. അതെ, അതിൽ നമ്മൾ എന്തിനാണ് ഫോഴ്സ് ചെയ്യും? നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുമെന്ന് നമുക്ക് പറയാൻ ഒരു അവകാശമില്ല. ഇപ്പൊ അത് ഓരോ പേഴ്സണൽ കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് ഗേ ആയിട്ട് ലെസ്ബിയനുള്ള അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ള കാര്യം നിങ്ങളുടെ തീരുമാനം, പക്ഷേ ചോയ്സ് ആണ്. അപ്പൊ അതിൽ എനിക്ക് നിങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് ജീവിക്കുന്നു, നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്ത് ഇങ്ങനെ എല്ലാം നമുക്ക് 377 വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. ലെസ്ബിയൻസിലായാലും ഗേ, നമുക്ക് ഇപ്പൊ ലീഗലി ഇപ്പൊ മാരേജ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രം നമുക്ക് ഇല്ലാതല്ലോ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് ആൾക്കാരോടും ചൂസ് ചെയ്യാം. സോ അതുകൊണ്ട് ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ പരിപാടി മാത്രം എനിക്ക് അവർ പറഞ്ഞതിനോട് എനിക്ക് ഭയങ്കരമായിട്ട് വിയോജിപ്പുണ്ട്. എന്നിട്ട് ഇപ്പോൾ അവരവരുടെ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ദാറ്റ്സ് ഗുഡ്. എനിക്ക് അവർ ഒരിക്കലും ഞാനൊരു കുറ്റം പറയില്ല. കാരണം അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് അവരുടെ സ്റ്റാൻഡ് അതാണ്. അതായത് LGBTQ അക്സെപ്റ്റ് അവർക്ക് പറ്റില്ല. സോ ഓക്കെ, അവർക്ക് അവർ ഗെയിം കളിക്കട്ടെ. ബാക്കി അത് മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്.